പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാൽവരി ബലിയിലേക്ക് ഒരു വചനയാത്ര, ഖുർബാൻ. കർത്താവിൻ്റെ ബലിയിലേക്കുള്ള ഈ ദീർഘമായ യാത്രയിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ അബ്രാഹത്തിൻ്റെ ബലിയാണ് നമ്മുടെ പ്രതിപാദന വിഷയം. ഉൽപ്പത്തി 22-ൽ അബ്രാഹാം ബലിയർപ്പിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ബലിയുടെ പിന്നാമ്പുറത്ത് നടന്ന ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. വേലക്കാരെ അബ്രഹാം മലമുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകാതിരിക്കുന്നതിനുള്ള കാരണം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വേലക്കാർക്ക് ബലിയുടെ ആന്തരിക അർത്ഥം മനസ്സിലാവില്ല. താഴ്വാരത്തിൽ നിൽക്കുന്നവർക്ക് മലമുകളിൽ നടക്കുന്ന ബലിയർപ്പണത്തിൻ്റെ ആന്തരിക തീവ്രതയോ ബലിയുടെ ഭാഷയോ ബലിയർപ്പകൻ്റെ മനസ്സോ മനസ്സിലാവില്ല. അതുകൊണ്ട് അത്തരം ആളുകളെ ഈ ബലിയുടെ പങ്കാളികളാക്കാതെ അബ്രഹാം താഴ്വാരത്തിൽ തന്നെ നിർത്തി. ഇവിടെ മനോഹരമായ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ ആദ്യമായി ആരാധന എന്ന വാക്ക് കാണുന്നത് ഈ ഭാഗത്താണ്. ബൈബിൾ മുഴുവൻ വായിച്ചെടുക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആദ്യമായി ആരാധിച്ച് വരാം, ആരാധിക്കാം, ആരാധന, ഈ വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഈ ഭാഗത്താണ്. വേലക്കാരോട് അബ്രഹാം പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും മോറിയാ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. പ്രവചന സ്വഭാവമുള്ള ഒരു വാക്യമാണിത്. അബ്രഹാം പറയുന്നത് ആരാധിക്കാൻ പോവുകയാണ് എന്നല്ല, ആരാധിച്ചിട്ട് തിരിച്ചു വരാം എന്നാണ്. ബോധപൂർവമാണോ അബ്രഹാം അത് പറഞ്ഞത് എന്നറിയാൻ പാടില്ല. എങ്കിലും അത് പ്രവചന സ്വഭാവമുള്ള ഒരു വാക്യമായി മാറുകയും അബ്രഹാം മകനുമായി തിരിച്ചു വരികയും ചെയ്യുന്നു എന്നതാണ് ചരിത്രം. ഇവിടെ ആരാധന എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ യഥാർത്ഥമായ ആരാധനയെപ്പറ്റി ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സമറിയാക്കാരിയോടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു, യഹൂദർ ജെറുസലേമിൽ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ മലയിലോ ആ മലയിലോ അല്ല, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. അത്തരം ആരാധകരെയാണ് കർത്താവ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അതിനെക്കുറിച്ച് ഈശോ സമറിയാക്കാരിയോട് ദീർഘമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ബൈബിൾ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയമാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥമായ ആരാധന. യഥാർത്ഥ ആരാധന എന്താണ് എന്ന അന്വേഷണത്തിൽ നമ്മൾ ആദ്യമായി ഈ വാക്ക് കണ്ടെത്തുന്നത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുന്ന ഈ ഭാഗത്താണ്. നമ്മൾ ചോദിക്കുകയാണ്, അബ്രഹാമേ, പുതിയ നിയമത്തിൽ സമറിയാക്കാരിയോട് ഈശോ പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ആരാധിച്ചിട്ട് തിരിച്ചു വരാമെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായി ഉപയോഗിച്ച അബ്രഹാമേ, ഞങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് യഥാർത്ഥമായ ആരാധന? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. എന്താണ് യഥാർത്ഥ ആരാധന എന്ന ചോദ്യത്തിന് അബ്രാഹത്തിൻ്റെ ഈ ബലി നമുക്ക് ഉത്തരം തരും. അബ്രഹാം പറയുകയാണ്, ഞാനും എൻ്റെ മകനും മലമുകളിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ആരാധിക്കാൻ പോവുകയാണ്. അബ്രഹാം എന്തിനാണ് യഥാർത്ഥത്തിൽ മലമുകളിലേക്ക് പോയത്? ബലിയർപ്പിക്കാനാണ്. അപ്പോൾ യഥാർത്ഥ ആരാധനയ്ക്ക് അബ്രഹാമിൻ്റെ മനസ്സിലുള്ള ഉത്തരം, എനിക്കേറ്റവും പ്രിയപ്പെട്ടതിനെ, എനിക്കേറ്റവും വിലപ്പെട്ടതിനെ, എനിക്കേറ്റവും ഒഴിവാക്കാൻ പറ്റാത്തതിനെ എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്നതാണ്
യഥാർത്ഥമായ ആരാധന. ഇത് യഥാർത്ഥ ആരാധനയുടെ ഒരർത്ഥമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തെക്കാൾ വലുതായി എൻ്റെ മകൻ പോലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന എൻ്റെ തീരുമാനമാണ് യഥാർത്ഥമായ ആരാധന. ദൈവത്തെക്കാൾ വലുതായി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന ഒരു ഭക്തൻ്റെ ബോധ്യത്തിൻ്റെ പേരാണ് യഥാർത്ഥമായ ആരാധന. എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ നൽകുമെന്ന ഒരു ദൈവഭക്തൻ്റെ അവബോധത്തിൻ്റെ പേരാണ് യഥാർത്ഥമായ ആരാധന. നമ്മൾ ബൈബിളിൽ ആരാധന എന്ന വിഷയം പഠിക്കുമ്പോൾ അതുമായി ചേർന്ന് വരുന്ന രണ്ട് വാക്കുകളാണ് സ്തുതി, നന്ദി. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ, ഉദാഹരണത്തിന് 100-ാം സങ്കീർത്തനം, 95-ാം സങ്കീർത്തനം തുടങ്ങിയ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് സ്തുതി, നന്ദി, ആരാധന. പ്രൈസ്, താങ്ക്സ് ഗിവിങ് ആൻഡ് വർഷിപ്പ്. ഈ 3 വാക്കുകൾ ബൈബിളിൽ ഒരുമിച്ചാണ് വരുന്നത്. സ്തുതി, നന്ദി, ആരാധന. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്തുതിയും നന്ദിയും അധരം കൊണ്ടാണ് അർപ്പിക്കുന്നത്. അധരങ്ങളുടെ ബലിയാണ് സ്തുതിയും നന്ദി പ്രകാശനവും. സ്തുതി പറയുന്നതിനും നന്ദി പറയുന്നതിനും വാക്കുകൾ ആവശ്യമുണ്ട്, അധരം ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ ആരാധനയ്ക്ക് വാക്കുകളില്ല. ബൈബിൾ യഥാർത്ഥമായി പരിശോധിച്ചാൽ യഥാർത്ഥ ആരാധന വാക്കുകളിലല്ല, മനോഭാവത്തിലാണ്. ആരാധന യഥാർത്ഥത്തിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്. അബ്രഹാം പറഞ്ഞു തരികയാണ് എന്താണ് ആരാധന. ആരാധന എന്നാൽ കുറെ ശബ്ദകോലാഹലങ്ങളല്ല, ഇതൊരു ബോധമാണ്, ഒരു മനോഭാവമാണ്, ഒരു നിലപാടാണ്. എന്താണ് ആ നിലപാടിൻ്റെ ആശയം? ആ നിലപാട് ഉള്ള വ്യക്തി പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ വലുതായി എനിക്കൊന്നുമില്ല എന്ന ഒരു ഭക്തൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആരാധന. എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുപോലും ഞാൻ ബലി കൊടുക്കാൻ തയ്യാറാണ് എന്ന മനോഭാവമാണ് ആരാധന. അപ്പോൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ ആരാധന എന്താണെന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അബ്രഹാം പറയുകയാണ്, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസഹാക്ക് ഒരു ചെറിയ കുട്ടിയല്ല, ഒരു ബാലനല്ല. അവൻ ഒരൊത്ത ചെറുപ്പക്കാരനാണ്. അവൻ്റെ ചുമലിൽ ഈ വിറക് വെച്ച് കെട്ടി. തീയും കത്തിയും അബ്രഹാം എടുത്തു. ഇവർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. അബ്രഹാം ഒന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ ചെറുപ്പക്കാരൻ അപ്പനെ ശ്രദ്ധിക്കുന്നുണ്ട്. തനിക്ക് പരിചയമുള്ള ഒരപ്പൻ്റെ പെരുമാറ്റ രീതിയല്ല ഇപ്പോൾ അബ്രഹാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന് ഗൗരവമായ, തന്നോട് പറയാനാവാത്ത ഏതോ അഗാധമായ ഒരു ദുഃഖം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്ന് ഈ മകന് വളരെ വേഗം മനസ്സിലായി. നിഴല് പോലെ അപ്പൻ്റെ കൂടെ നടക്കുന്ന ഈ ചെറുപ്പക്കാരന് അപ്പൻ ഏതോ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെന്ന് പിടികിട്ടി. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ സ്വാഭാവികമായി ചോദിക്കുകയാണ്, അപ്പാ, എനിക്കൊരു സംശയമുണ്ട്. അപ്പൻ സാധാരണ പെരുമാറുന്നത് പോലെ അല്ല പെരുമാറുന്നത്. അപ്പൻ എന്തോ അഗാധമായ ദുഃഖമുണ്ട്. അപ്പനെ ഏതോ ഒരു ദുർവിധിയുടെ സാന്നിധ്യം അലട്ടുന്നുണ്ട്. ഏതോ ഒരു ദുരന്ത ഭീതി അപ്പൻ്റെ ചങ്കലുണ്ട്. ഇങ്ങനെയൊന്നും ചോദിക്കാതെ ഇസഹാക്ക് ആ ചോദ്യങ്ങളെല്ലാം കച്ചിക്കുറുക്കി ഒരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? അപ്പൊ ആ തീയുണ്ട്, വിറകുണ്ട്, ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? ഒരുപക്ഷെ ഈ ഭാഗത്ത് അബ്രഹാമിനെ ഏറ്റവും കൂടുതൽ നടുക്കിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അബ്രഹാമിനെ വല്ലാതെ ഉലച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് അബ്രഹാം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണിത്. കാരണം നമ്മൾ അല്പം കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കും, അബ്രഹാത്തിനെല്ലാം തുറന്നു പറയേണ്ടതുണ്ട്. ഓർക്കാപ്പുറത്ത് ഈ മകനെ പിടിച്ച് കെട്ടി ബലിപീഠത്തിന് മുകളിൽ വെച്ച് ബലി കഴിക്കാൻ അബ്രഹാമിന് പറ്റില്ല. ഇവൻ ഒരു ചെറുപ്പക്കാരനാണ്, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനാണ്. അബ്രഹാമിനെ മലർത്തിയിട്ട്
രക്ഷപ്പെടാൻ പറ്റുന്ന കായിക ശേഷിയുള്ള ഈ ചെറുപ്പക്കാരനെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പിടിച്ച് വിറക് കെട്ടിനോട് ചേർത്ത് ബന്ധിച്ച് ബലി കഴിച്ചിട്ട് അബ്രഹാമിന് തിരികെ മടങ്ങാൻ പറ്റില്ല. എല്ലാം തുറന്നു പറയേണ്ടതുണ്ട്. പക്ഷേ തുറന്നു പറയാൻ അബ്രഹാമിന് ധൈര്യമില്ല. അബ്രഹാമിനോട് ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? ഈ ചോദ്യം സത്യത്തിൽ ചരിത്രത്തിലേക്കാണ്. ഈ ചോദ്യം സത്യത്തിൽ സ്വർഗത്തിലേക്കാണ്. ഈ ചോദ്യം സത്യത്തിൽ ദൈവത്തോടാണ്. തീയുണ്ട്, വിറകുണ്ട്, ദഹനബലിക്കുള്ള കുഞ്ഞാട് തയ്യാറായിട്ടില്ല. ബലിക്കുള്ള മറ്റെല്ലാ സാഹചര്യങ്ങളും ലോകത്ത് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ബലിക്കുള്ള കുഞ്ഞാട് തയ്യാറായിട്ടില്ല. കാലഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് പ്രവാചകന്റെ മിഴി പാളിച്ചുകൊണ്ട് അബ്രഹാം ഇതിന് മറുപടി പറയുകയാണ്, മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ ഒരുമിച്ച് മുമ്പോട്ട് പോയി. മോറിയ പർവ്വതത്തിൽ ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തി. അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചു. ഇസഹാക്കിനെ ബന്ധിച്ചു. വിറകിന് മീതെ മകനെ കിടത്തി. വേഗത്തിലാണ് ഈ ബലിയെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞു പോകുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ വേഗത്തിൽ പോകാൻ പറ്റില്ല. നമ്മളിവിടെ അല്പം നിൽക്കേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇസഹാക്ക് ഒരു കുഞ്ഞല്ല, ഒരു കുട്ടിയല്ല. ഒരു കുട്ടിയെ പിടിച്ചു കെട്ടുന്ന ലാഘവത്വത്തോടെ ഈ ചെറുപ്പക്കാരനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അപ്പന് എന്തോ ഭാവവ്യത്യാസമുണ്ട്. സാധാരണ ഞാൻ കാണുന്ന അപ്പൻ്റെ മുഖഭാവം അല്ലിത്. അപ്പനെ എന്തോ അലട്ടുന്നുണ്ട്. അപ്പനെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. അപ്പനെന്തോ പറയാൻ മടി കാണിക്കുന്നുണ്ട്. അവൻ ചോദിച്ചു, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രഹാം വ്യക്തമായി ഉത്തരം കൊടുത്തിട്ടില്ല. മലമുകളിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ വിറക് കിട്ട താഴെ വെച്ച് ഒരു പാറപ്പുറത്ത് ഇസഹാക്ക് ഇരിക്കുമ്പോൾ അബ്രഹാം ഇസഹാക്കിന്റെ അടുത്ത് ചെന്ന് ഇസഹാക്കിനോട് ചേർന്നിരുന്നു. അവന്റെ തോളിലേക്ക് കൈയിട്ടു. ബൈബിൾ പാലിക്കുന്ന വിവേകപൂർവമായ ഒരു മൗനത്തിന്റെ ഇടവേളയെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മകനെ വിറകുകെട്ടിനോട് ചേർത്ത് ബന്ധിക്കുന്നതിന് മുമ്പ് മലമുകളിലെ യാത്ര അവസാനിച്ചതിന് ശേഷം സംഭവബഹുലമായ ചില സംഭവങ്ങൾ ആ മലമുകളിൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇസഹാക്ക് ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നു. ഇസഹാക്കിന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളുണ്ട്. അബ്രഹാം ഇസഹാക്കിന്റെ അടുത്ത് വന്ന് ഇരുന്നു. ഇസഹാക്കിന്റെ അടുത്ത് വന്ന് അബ്രഹാം ഇരുന്നിട്ട് അബ്രഹാം ഇസഹാക്കിന്റെ തോളിൽ കൈയിട്ടു. മകനെ എന്ന് വിളിച്ചു. അവനെ ചേർത്ത് പിടിച്ച് മാറിലേക്ക് കിടത്തി. അപ്പന്റെ കണ്ണ് നനഞ്ഞിരിക്കുന്നത് മകൻ ശ്രദ്ധിച്ചു. അപ്പനെ എന്താണ് അലട്ടുന്നതെന്ന് മകൻ സ്വാഭാവികമായും ചോദിച്ചിട്ടുണ്ടാവും. അപ്പം പറയുകയാണ്, മകനെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1000 തവണ നിന്നോട് ഇത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും പറയാനാവാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അപ്പൻ ചങ്കിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു മഹാദുഃഖം മകനോട് അപ്പൻ പങ്കുവെക്കുകയാണ്. അതെന്താണെന്നറിയാൻ ആകാംക്ഷയുള്ള കണ്ണുകളുമായി അപ്പനെ തന്നെ നോക്കി കാതുകൂർപ്പിച്ചിരിക്കുന്ന മകനോട് ആദ്യന്തം എല്ലാ കാര്യങ്ങളും അബ്രഹാം തുറന്നു പറയുകയാണ്. അബ്രഹാം മകനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മകനെ, ദൈവത്തെക്കുറിച്ച് മകനോട് അപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. കൽദായരുടെ ഊർ ദേശത്ത് ജീവിച്ചിരുന്ന അപ്പനെ ആ ദൈവം എങ്ങനെയാണ് ഒരു മകനെ പോലെ ചേർത്ത് പിടിച്ചു കൊണ്ടു നടന്നതെന്നും കാനാൻ ദേശം വരെ എത്തിച്ചതെന്നും അപ്പനെല്ലാം തന്നതെന്നും മകനെ നീയടക്കമുള്ള സകല സൗഭാഗ്യങ്ങളും അപ്പന് നേരെ ദൈവം വെച്ച് നീട്ടിയത് എങ്ങനെയാണെന്നുമൊക്കെയുള്ള അത്യത്ഭുതകരമായ വിസ്മയാവഹമായ സംഭവ പരമ്പരകളെല്ലാം അപ്പൻ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇസഹാക്കിനെ അപ്പൻ ഓർമ്മിപ്പിച്ചു. അവയെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, മകനെ, ആ ദൈവം പറയുകയാണ്, ആ ദൈവം ആവശ്യപ്പെടുകയാണ്, മകനെ, നിന്നെ ബലി കഴിക്കണം. പിടഞ്ഞെഴുന്നേൽക്കുന്ന മകനെ സമാധാനിപ്പിച്ച് അടുത്ത് ചേർത്തിരുത്തിയിട്ട് അബ്രഹാം പറഞ്ഞു, മകൻ, അപ്പൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോഴാണ് ഈ സംഭവത്തിലെ
ചില വിട്ടുപോയ അംശങ്ങൾ പൂരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെ മനസ്സിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. മരിച്ചവരിൽ നിന്ന് പോലും സ്വന്തം മകനെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് അബ്രഹാം അപ്പോൾ വിശ്വസിച്ചിരുന്നു. എന്താണത്? ഈ മകനെ ബലിപീഠത്തിൽ കിടത്തി ഈ മകൻ്റെ കഴുത്തിന് മീതെ കത്തി ആഞ്ഞു വെട്ടുമ്പോൾ, മകൻ്റെ കഴുത്തും കബന്ധവും ഉടലും വേർപിരിയുമ്പോൾ, ഉടലും ശിരസും രണ്ടാവുമ്പോൾ അബ്രഹാം, പൗലോസ് ശ്ലീഹ പറയാണ്, അബ്രഹാം വിശ്വസിച്ചിരുന്നു ഈ മുറിഞ്ഞു കിടക്കുന്ന ശിരസും ഈ മുറിഞ്ഞു മാറിയ ഉടലും ഒന്നായി മകൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധിക്കണം. അതായത് അബ്രഹാം വിശ്വസിച്ചിരുന്നു, ഞാൻ ഈ മകനെ വെട്ടി 2 കഷണമാക്കിയാൽ, ഞാൻ ഈ മകനെ മുറിച്ച് 2 ഭാഗമാക്കിയാലും ഇവൻ ഈ മുറിവ് ഉറഞ്ഞുകൂടി ഒന്നായി ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം അബ്രഹാം ഇസഹാക്കിന് വ്യക്തതയോടെ സംശയങ്ങളില്ലാതെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇസഹാക്ക് ഇതാ തയ്യാറായിരിക്കുന്നു. ഇസഹാക്ക് പറയുകയാണ്, അപ്പ ബലി കൊടുക്കാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിട്ടുപോകാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട മഹത്തായൊരു ബോധ്യം ഇതിനകത്തുണ്ട്. അബ്രഹാം ബലി സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ നടന്ന ആ ബലിയർപ്പകൻ്റെ മനസ്സ്, ആ മനസ്സ് അതുപോലെ ഇസഹാക്കിലേക്ക് പകരപ്പെടുകയാണ്. വിശ്വാസം പകരപ്പെടുകയാണ്. ബലിയർപ്പകൻ്റെ മനസ്സ് പകരപ്പെടുകയാണ്. ബലി ബോധ്യങ്ങൾ പകരപ്പെടുകയാണ്. ബലിയുടെ ആ വൈശിഷ്ട്യമേറിയ മഹാബോധ്യങ്ങൾ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക് പകരപ്പെടുകയാണ്. അബ്രഹാം എന്ന ബലിയർപ്പകൻ ഇസഹാക്ക് എന്ന ബലിയർപ്പകനെ ജന്മം നൽകുകയാണ് മോറിയ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച്. ഇസഹാക്ക് പറയുന്നു, അപ്പാ ഞാനിതാ തയ്യാറായിരിക്കുന്നു. ആരും നിർബന്ധിക്കാതെ അടുക്കി വെച്ച വിറകുകെട്ടിന് മീതെ നീണ്ടു നിവർന്ന് ഇസഹാക്ക് എന്ന ചെറുപ്പക്കാരൻ കിടന്നു. അങ്ങനെ ഈ വിറകുകെട്ടിൻ്റെ മീതെ കൈകാലുകൾ വിരിച്ച് ഇസഹാക്ക് എന്ന ചെറുപ്പക്കാരൻ കിടക്കുമ്പോൾ, പുതിയ നിയമം വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ? നെടുകയും കുറുകയും ചേർത്ത് വെച്ച മരക്കഷണങ്ങളുടെ മേൽ ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരയിലെ ഒരു മഹാമനുഷ്യൻ, ഒരു 33-കാരൻ കൈകാലുകൾ വിരിച്ച് നീണ്ടു നിവർന്ന് കിടന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സോമനസാലെ ബലിയർപ്പിക്കാൻ ഇസഹാക്ക് തയ്യാറാവുകയാണ്. അങ്ങനെ ഇസഹാക്ക് ആ വിറകിൻ്റെ മീതെ, ബലി വസ്തുക്കളുടെ മീതെ, ആ ബലിപീഠത്തിൻ്റെ മീതെ ഇസഹാക്ക് വളരെ ബോധ്യത്തോടെ, ഉദാരമായ മനസ്സോടെ ബലിയർപ്പിക്കാൻ തയ്യാറായി അയാൾ കിടക്കുമ്പോൾ അബ്രഹാം മകനെ ബലി കഴിക്കാൻ കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അപ്പനും മകനും ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ ഇസഹാക്കിനെ നിരുപാധികം, ഒരു വ്യവസ്ഥയില്ലാതെ മോറിയ മലയുടെ മുകളിൽ നിന്ന് വെറുതെ വിടാൻ ദൈവം തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അബ്രഹാം എന്ന ബലിയർപ്പകൻ ഇസഹാക്ക് എന്ന ബലിയർപ്പകന് മോറിയ മലയുടെ മുകളിൽ ജന്മം നൽകുമ്പോൾ ഇസഹാക്കിനെ ദൈവം വെറുതെ വിടുകയാണ്. ഇസഹാക്കിനെ നിരുപാധികം ദൈവം വിട്ടയക്കുകയാണ്. ആരാണ് ഇസഹാക്ക്? ഞാനും നീയുമാണ് ഇസഹാക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട ഒരു കുരിശിൽ കർത്താവിൻ്റെ ഏകജാതൻ ബലിയായി തീർന്നത് കൊണ്ട് എന്നെയും നിന്നെയും ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്ന്, ഓരോ കുമ്പസാരക്കൂടാകുന്ന മോറിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ട ബലിപീഠത്തിൽ നിന്ന് ദൈവം നിരുപാധികം മാപ്പ് തന്ന് വെറുതെ വിടുകയാണ്. ദൈവം നമ്മളെ വിട്ടയക്കുകയാണ്. കാരണം കാലത്തിൻ്റെ അങ്ങേയറ്റത്ത് മറ്റൊരു കാലത്ത് ഇതേ മലയിൽ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ബലിയായി മാറും എന്നതുകൊണ്ട് ഇസഹാക്കിനെ ദൈവം വെറുതെ വിടുകയാണ്. കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകജാതനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല.
പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ബലി നമുക്ക് തുടരേണ്ടതുണ്ട്. ഇസഹാക്കിനെ ബലി കഴിക്കാൻ അബ്രഹാം മോറിയ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയ ഈ സ്ഥലത്ത് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളും വ്യാഖ്യാനങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരും. ദൈവം അബ്രഹാമിനോട് ഇസഹാക്കിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പൂർണ്ണ മനസ്സോടെ അബ്രഹാം തയ്യാറായതും ഇസഹാക്ക് അതിന് തയ്യാറായതും ഇസഹാക്കിനെ വെറുതെ വിടുന്നതും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അബ്രഹാത്തിൻ്റെ ഈ ബലി എങ്ങനെ കാൽവരി മലയിൽ ആവർത്തിക്കപ്പെട്ടു, ആ ബലി കാൽവരി മലയിലെ ബലിയുടെ സൂചനയായി എങ്ങനെ മാറി എന്ന വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.